ദശമം 73-ാമത്തെ അധ്യായം. ആ മഗധ രാജ്യത്തിലെ ദൂതൻ വന്ന് ഇവിടെ ഭഗവാന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കലും അവരെ വിട്ടയക്കലും ഒക്കെ ആയിട്ടുള്ള ആ വലിയ നമുക്കൊക്കെ നിത്യപരിചയമായിട്ടുള്ള ഒരു ശ്ലോകം അതിൽ വരുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ. ആ കൃഷ്ണായ വാസുദേവായ ഹരിയ പരമാത്മനെ. ആ അധ്യായത്തിലേക്ക് നമുക്ക് സുപരിചിതം അല്ലേ, എത്രയോ തവണ നമ്മളെ ആനന്ദിപ്പിച്ചതാണ് ബാലലീലകളിലൂടെയും മറ്റ് പല പ്രഭാഷണങ്ങളിലൂടെയും. ഗജേന്ദ്രസ്തുതി കഴിഞ്ഞ വർഷമാണ്, അതാന്ന് തോന്നുന്നു, സംശയം. എന്തായാലും നമുക്ക് സുപരിചിതമായിട്ടുള്ള പത്മജ വി കെ ആണ്. അമ്മയെ നമുക്ക് എല്ലാ മര്യാദകളോടും കൂടി അവിടുന്ന് ആദരിക്കാം. അതിനുശേഷം നമുക്ക് പാരായണത്തിന് ശേഷമാണ് നാരായണീയം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. എല്ലാവിധ മര്യാദകളോടും കൂടി അമ്മയുടെ പാദങ്ങൾ വീണ് നമസ്കരിച്ചുകൊണ്ട് ഈ മധ്യാഹ്നത്തിലെ രണ്ടാമത്തെ പ്രഭാഷണത്തിനായിക്കൊണ്ട് ക്ഷണിക്കുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. വാസുദേവായ ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്ഥജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ശ്രീദക്ഷിണാമൂർത്തയേ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീഹരയേ നമ. നമ്മുടെ യജ്ഞാചാര്യൻ മനുതിരുമേനിക്കും അദ്ദേഹത്തിൻ്റെ പിതാവിനും പാദ നമസ്കാരം അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ മനസ്സിൽ നന്മകൾ മാത്രം സൂക്ഷിക്കുന്ന നമ്മുടെ ഈ കുടുംബാംഗങ്ങളോട് എല്ലാവരോടും സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് പാദ നമസ്കാരം അറിയിക്കുന്നു. ഇവിടെ മനുതിരുമേനി പറഞ്ഞതുപോലെ ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർത്ഥത്തിലെ അധ്യായം 73 എനിക്ക് തന്നിരിക്കുന്നത്. അതില് നമുക്ക് നമ്മുടെ ജീവിതത്തില് ഏറ്റവും വലിയൊരു സന്ദേശം, അതായത് നമ്മളെല്ലാവരും നിത്യജീവിതത്തിൽ ആഗ്രഹിക്കുന്ന സന്ദേശം തരുന്ന ഒരു അധ്യായം തന്നെയാണിത്. നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനെ രാജാക്കന്മാരെ മുക്തരാക്കി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുകയല്ലാതെ അതിന്റെ വിശദാംശങ്ങളിലേക്ക് സാധാരണ കടക്കാറില്ല. പക്ഷെ ഇന്നത് കടക്കാൻ നോക്കൂ, ഭഗവാന്റെ രൂപത്തില് മനുതിരുമേനിയുടെ രൂപത്തിൽ എനിക്ക് കിട്ടാത്ത അധ്യായം കിട്ടിച്ചു തന്നതാണ്. അപ്പൊ അത് പഠിക്കാനും കൂടി ഭഗവാൻ ഇപ്പോ കലാജി പറഞ്ഞ പോലെ ഒരവസരം തന്നിരിക്കുകയാണ്. അതിനും ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കുന്നു. ഭഗവാന്റെ കൃപ എന്ന് മാത്രം പറയുന്നു. ഹരേ കൃഷ്ണ. ഇവിടെ ഭഗവാന്റെ ദിനചര്യകൾ വർണ്ണിക്കുന്ന ദശമസ്കന്ധത്തിലെ 70-ാം അധ്യായം മുതലാണ് ആരംഭിച്ച ഒരു കഥാതന്തുവാണ് നമ്മുടെ 73-ാം അധ്യായത്തില് പൂർണ്ണമാകുന്നത്. ദ്വാരകാധീശനായ ഭഗവാന്റെ മുന്നില് കൊണ്ടുവരപ്പെട്ട ഒരു ദൂതൻ ജരാസന്ധന്റെ കാരാഗൃഹത്തിൽ കിടന്ന് കഷ്ടത അനുഭവിക്കുന്ന അല്ലെങ്കിൽ നരകയാതന അനുഭവിക്കുന്ന രാജാക്കന്മാരുടെ ദുഃഖം അറിയിച്ചു. ദിഗ്വിജയത്തിന് തനിക്ക് അടിമപ്പെടാത്ത രാജാക്കന്മാര് 20,000-ത്തിലധികം രാജാക്കന്മാരാണ് ബലാൽ കൊണ്ടുവന്ന് പർവ്വതത്തിന്റെ താഴ്വരയിലുള്ള ഗുഹയിലാണ് അടച്ചു വെച്ചിരിക്കുന്നത്. നമുക്കറിയാം, കാരാഗൃഹം എന്ന് പറഞ്ഞാൽ പർവ്വതത്തിന്റെ താഴ്വരയിലുള്ള വലിയ വലിയ ഗുഹകള് ഇത്രയും പേരെ എന്താ പറയാ, ആടുമാടുകളെ പോലെ അടച്ചിട്ടിരിക്കുകയാണ്. അവർക്ക് വെള്ളമോ വെളിച്ചമോ വായുവോ പോലും കിട്ടാത്തൊരവസ്ഥയിലുള്ളവരുടെ ജീവിതമാണ് അവിടെ. അവരുടെ പ്രാർത്ഥന ഇവിടെ അറിയിക്കുകയാണ്. കാലമൂർത്തിയായ ഭഗവാനെ അവര് നമസ്കരിക്കുന്നു. പശ്ചാത്താപ വിവശരായി. കാരണം രാജ്യാധികാരം ഉണ്ടായിരുന്ന സമയത്തൊന്നും തൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചില്ല. ഭഗവാനാണ് എല്ലാറ്റിനും കാരണക്കാരെന്ന് അവർ ചിന്തിച്ചില്ല. പക്ഷെ ഭഗവാൻ ഒരു അനുഭവം അവർക്ക് കൊടുക്കുകയാണ് ചെയ്തത്. ഇപ്പോ പറയാണ്, ദൂതൻ പറയുന്നു, മായയാലുണ്ടായിരുന്ന കർമ്മബന്ധം
അവിടുത്തെ കൃപയാല് നശിപ്പിച്ചാലും ഭഗവാനേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദൂതൻ. അതായത് ജരാസന്ധൻ എന്ന് പറഞ്ഞാല് 10,000 ആനകളുടെ വീര്യവും ശക്തിയൊക്കെ ഉള്ള ആളാണ്. അപ്പൊ ഒരു വലിയ സിംഹം കുറച്ച് പെണ്ണാടുകളെ ഒരു കളി പോലെ, ലീല പോലെ ആട്ടിത്തെളിയിച്ച് കൊണ്ടുവരുന്ന പോലെയാണ്. അത്രയേ ഉള്ളൂ ജരാസന്ധന് ഈ 20,000 രാജാക്കന്മാരൊക്കെ. അപ്പോ സ്വന്തമായിട്ട് ഇനി ഒന്ന് രക്ഷപ്പെടാനായിട്ടൊരു മോചനം, സ്വയം ഒരു മോചനം അവർക്ക് പറ്റില്ല ഭഗവാന്. ഇപ്പോ ബന്ധനസ്ഥരായിട്ട് കിടക്കുന്നതിന് നിവൃത്തിയുള്ളൂ. പിന്നെ അവിടുത്തെ പ്രജകളാണ്, അതായത് ദ്വാരകയുമായിട്ട് ബന്ധമുള്ളവരാണെന്നുള്ള നിലയ്ക്ക് കൂടുതൽ കൂടുതൽ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത് അവര്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്കിനി അവിടുത്തെ ശ്രീപാദങ്ങളല്ലാതെ ശരണം പ്രാപിക്കാൻ വേറൊന്നും ഇല്ല. അപ്പൊ അവർക്ക് മംഗളമരുളണേ ഭഗവാനെ എന്ന് ദൂതൻ അറിയിക്കുകയാണ്. ദൂതൻ വന്നു പോയ ഉടനെ തന്നെ നമുക്കറിയാം നാരദ മഹർഷി വരുന്നു. അദ്ദേഹം വരുന്നത് യുധിഷ്ഠിരൻ ഒരു രാജസൂയ യാഗം ചെയ്യാനെന്നുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ച വിവരം ഭഗവാനെ അറിയിക്കാനാണ്. രാജസൂയത്തിന്റെ പ്രധാന ഉദ്ദേശം ഭഗവാനെ പൂജിക്കുക എന്നുള്ളതാണ്. അതാണല്ലോ എല്ലാവരുടെയും ആഗ്രഹം. അപ്പൊ ആ കാര്യങ്ങൾ, 2 കാര്യങ്ങൾ ഒരുമിച്ച് വന്നപ്പോ ഉദ്ധവോ ബുദ്ധിസത്തമ, ഉദ്ധവനോട്, പ്രധാനമന്ത്രിയായ ഉദ്ധവനോട് ചോദിക്കുകയാണ് എന്താ ചെയ്യേണ്ടത്. നോക്കൂ, ഭഗവാനും ഭഗവാന്റെ ഒപ്പം കഴിയുന്നവർക്കും ആ ഗുണങ്ങൾ കിട്ടുന്നു എന്ന് പറഞ്ഞ പോലെ ഉദ്ധവൻ എത്ര വൃത്തിയായിട്ടാണ് അതിന്റെ കാര്യം തീരുമാനിക്കുന്നത്. നമുക്ക് ആദ്യം രാജസൂയത്തിന് പോകാം. അവിടെ രാജസൂയം നടക്കുമ്പോൾ ദിഗ്വിജയം വേണം. അപ്പൊ ദിഗ്വിജയത്തിന് പോകുമ്പോൾ ജരാസന്ധനെ കാണേണ്ടി വരും. അങ്ങനെ നമുക്ക് ആ രാജാക്കന്മാരെയും രക്ഷിക്കാൻ പറ്റും എന്നുള്ള ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു നിർദ്ദേശം ഉദ്ധവര് കൊടുക്കുകയാണ്. അതെല്ലാവരും അംഗീകരിച്ചു. പിന്നെ 71-ാമത്തെ അധ്യായത്തില് ഭഗവാന്റെ ദ്വാരകയിൽ നിന്ന് ഇന്ദ്രപ്രസ്ഥത്തിലേക്കുള്ള യാത്രയാണ് മുഴുവൻ പറയുന്നത്. നമുക്കറിയാം 16,008 ഭാര്യമാര്, അവർക്കൊക്കെ 10 മക്കള്, അവരുടെ മക്കള്, ഇവരെല്ലാവരും കൂടി ഇവിടുന്ന് പുറപ്പെട്ടുള്ള യാത്ര വിശദമായിട്ട് പറയുന്നു. പാണ്ഡവര് അവിടെ വെച്ച് ഭഗവാനെയൊക്കെ സ്വീകരിക്കുന്നു. പിന്നെ അടുത്ത അധ്യായത്തിലാണ് അവർ ചർച്ച ചെയ്യുന്നു. രാജസൂയ യാഗം നടത്തണമെന്ന് ആഗ്രഹമുണ്ട് ഭഗവാനെ എന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്നു നേരിട്ട്. അപ്പൊ അതിനായിട്ട് ദിഗ്വിജയത്തിന് പാണ്ഡവന്മാർ 4 പേര് ഓരോ ദിക്കിലേക്ക് സൈന്യവുമായിട്ട് പോകുന്നു. അവരൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ഇവരുടെ നേതൃത്വം അംഗീകരിച്ചു കൊടുക്കുകയാണ്. പക്ഷേ മഗധ രാജാവായ ജരാസന്ധൻ മാത്രം വഴങ്ങുന്നില്ല എന്ന് പറഞ്ഞു. അത് ഭഗവാൻ കേട്ടു. ഭഗവാന് കാര്യം റെഡിയായി. ഇനി ഭഗവാൻ ഭീമനെയും അർജുനനെയും കൂട്ടിയിട്ട് വേഷം മാറിയിട്ട്, ബ്രാഹ്മണരെ പോലെ വേഷം മാറിയിട്ടാണ് ജരാസന്ധന്റെ രാജധാനിയിലേക്ക് പോകുന്നത്. നോക്കൂ, എത്ര വീര്യവാനാണ്, ശക്തിമാനാണ്, ദാനധർമ്മശീലം ധാരാളമുള്ള ആളാണ് ജരാസന്ധൻ. പക്ഷെ ഈ ഞാൻ എന്നുള്ള ഭാവം, അഹങ്കാരം ഭഗവാൻ ഇഷ്ടമില്ലാത്തത് അത് മാത്രമാണല്ലോ. അപ്പൊ അതില് ആണ് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പൊ അവിടെ രാജധാനിയിൽ പ്രവേശിച്ചു. എന്താ തരണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പോഴാണ് ഇവര് പറയുന്നത് ഞങ്ങൾക്ക് യുദ്ധമാണ് വേണ്ടത്. അപ്പൊ തന്നെ ഒരു സംശയമായി. ഇവര് കണ്ടിട്ട് ഇങ്ങനെ ലക്ഷണങ്ങളൊക്കെ അത്രയും പണ്ഡിതൻ, നല്ല പ്രാഗൽഭ്യമുള്ള ആളാണ് ജരാസന്ധൻ. അപ്പൊ അത് മനസ്സിലാക്കി. അപ്പോഴേക്കും കൃഷ്ണൻ തന്നെ പറഞ്ഞു കൊടുത്തു, ഞാൻ കൃഷ്ണനാണ്, ഇത് ഭീമസേനനാണ്, അർജുനനാണ് പറഞ്ഞു, യുദ്ധത്തിന് വന്നതാണ്. അപ്പോ ഇപ്പോഴും പരിഹസിക്കുകയാണ്, കൃഷ്ണനെ പരിഹസിക്കുകയാണ്. 17 തവണ തോറ്റോടിയ, ഞാൻ തോൽപ്പിച്ചതാണ്. 18-ാമത്തെ തവണ ഓടി രക്ഷപ്പെട്ടു പോയ കൃഷ്ണനെ എന്നോട് യുദ്ധം ചെയ്യാൻ എനിക്ക് ഇഷ്ടമില്ല. പിന്നെ അടുത്ത ആള് അർജുനൻ, ഒരു കുട്ടിയാണ്, അതും വേണ്ട. അപ്പൊ ഭീമൻ കുഴപ്പമില്ല എനിക്ക് എന്ന് പറഞ്ഞ് ഗദായുദ്ധമൊക്കെ തുടങ്ങി. ഗദായുധം തുടങ്ങിയപ്പോ ആദ്യം ഭീമൻ ഒത്തിരി ഒരു ഗർവുണ്ടായിരുന്നു. കൃഷ്ണനെയും അർജുനനെയും ഒന്നും വേണ്ടാന്ന് പറഞ്ഞു, എന്നെയല്ലേ തെരഞ്ഞെടുത്തത്. ജരാസന്ധന്റെ അടി കിട്ടിയപ്പോ നന്നായിട്ട് ഭീമന് മനസ്സിലായി എന്തിനാണ് കൃഷ്ണൻ ഈ പണി ചെയ്തതെന്ന് നന്നായിട്ട് മനസ്സിലായി. അപ്പൊ അങ്ങനെ അടിയൊക്കെ കൊണ്ട് അവശനായി. ഇനി ഒരു എല്ല് പോലും എന്റെ പൊട്ടാനില്ല കൃഷ്ണ എന്ന് പറഞ്ഞ് കൃഷ്ണനെ അഭയം പ്രാപിച്ചു അവസാനം. അങ്ങനെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് കൃഷ്ണൻ ജരാസന്ധനെ എങ്ങനെയാണ് വധിക്കേണ്ടത് എന്നുള്ളതിന്റെ ഒരു അടയാളം, ഒരു ഇല നടുക്കാക്കി കീറി 2 വശത്തേക്കും മറിച്ചിടുന്ന ഒരു അടയാളം കാണിച്ചു കൊടുത്ത് അങ്ങനെ ജരാസന്ധനെ ഭീമസേനൻ വധിക്കുന്നത്. എന്നാല് എല്ലാം തികഞ്ഞ ആത്മാരാമനായ ഭഗവാൻ ഒന്നും വേണ്ട. ജരാസന്ധന്റെ രാജധാനിയിൽ എന്തൊക്കെയുണ്ട് ഒന്നും വേണ്ട. അദ്ദേഹം ചെയ്തത് എന്താണ്? ജരാസന്ധന്റെ പുത്രനായ സഹദേവനെ രാജാവായി അങ്ങോട്ട് അഭിഷേകം ചെയ്തു. എല്ലാവിധ കാര്യങ്ങളും അതിൻ്റെതായത് ഭഗവാൻ തന്നെ നേരിട്ട് നിർവഹിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട്
ഭീമനും ഇവരോട് സഹദേവനോട് ഇനി 73-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ഇവിടം വരെ കഥ വേറെയാണ്. അത് ഇപ്പോഴാണ് 73-ാമത്തെ അധ്യായത്തിലേക്ക് വരുന്നത്. സഹദേവനോട് പറയുന്നു, ഇവിടെ നിങ്ങളുടെ അച്ഛൻ ഒരുപാട് രാജാക്കന്മാരെ തടവറയിൽ വെച്ചിട്ടുണ്ട്, അവരെയൊക്കെ തുറന്നു വിടൂ എന്നുള്ള കൽപ്പന പറയുകയാണ്. സഹദേവൻ അത് ചെയ്യാണ്. ഇവിടെ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറയുന്നു, ദ്വേ അയുധേ അഷ്ടശതാനി. ഞാൻ 20,000 എന്ന് പറഞ്ഞാലും 20,800 രാജാക്കന്മാരാണ് ജരാസന്ധൻ ഒരു കളി പോലെ, ലീല പോലെ യുദ്ധത്തില് പിടിച്ചടക്കി കൊണ്ടുവന്ന് ഇവിടെ പർവ്വതത്തിന്റെ ഗുഹയിൽ അടച്ചിട്ടിരിക്കുന്നത്. ആ കാരാഗൃഹവാസം ഭയങ്കരം തന്നെയാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് ജയിലിൽ പോവാന്ന് പറഞ്ഞാൽ തമാശയായിട്ട് പറയും, ജയിലിൽ പോകാനാണ് സുഖം, നല്ല ഭക്ഷണം, നല്ല എല്ലാ സംവിധാനങ്ങളും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഇത് കാരാഗൃഹവാസം ഭയങ്കരം തന്നെയാണ്. വെള്ളവും ഒന്നുമില്ല അവർക്ക്. എല്ലാവരെയും മൃഗങ്ങൾക്ക് പോലും എന്തെങ്കിലും സംവിധാനം ചെയ്യും, അത്ര പോലും ഇല്ലാത്തൊരവസ്ഥയാണ്. അത് ആ രാജാക്കന്മാരുടെ രൂപത്തെ കുറിച്ച് പറയണു. ആ കാരാഗ്രഹത്തിന് തുറന്ന് വെളിയിൽ വന്നപ്പോ അവരുടെ രൂപം ക്ഷീണിച്ച്, മുഖവും ഒക്കെ ഒട്ടി, ദേഹമൊക്കെ അങ്ങനെ ശുഷ്കിച്ച്, വിശപ്പ് കൊണ്ട് വയറൊട്ടി, മലിനമായ രൂപത്തില്. അതുപോലെ വസ്ത്രങ്ങളും അതുപോലെ മലിനം. വസ്ത്രവും ദേഹവും ഒന്നും തിരിച്ചറിയാൻ കൂടെ പറ്റുന്നില്ല, അത്രമാത്രം വൃത്തികെട്ട ഒരു അവസ്ഥയിലാണ് അവർ ഇത്ര നാള് കഴിഞ്ഞിരുന്നത്. ആ അവസ്ഥയിൽ നിന്ന്, ആ കാരാഗൃഹത്തിൽ നിന്ന് അങ്ങോട്ട് തുറന്നു വിട്ടപ്പോ അവര് നേരെ വന്ന് കാണുന്നത് ഭഗവാന്റെ രൂപമാണ്. അതാണ് ആ ശരണാഗതി അടഞ്ഞതിന്റെ ഒരു ഫലം. ഭഗവാൻ അപ്പൊ തന്നെ അവർക്ക് ആ ഏറ്റവും ദുരിതത്തിലുള്ള അവസ്ഥയിൽ തന്നെ കാണിച്ചു കൊടുക്കുകയാണ് തന്റെ രൂപം. ഭഗവാന്റെ രൂപം വർണ്ണിക്കാൻ ഞാൻ ആരുമല്ല. കാരണം നമ്മുടെ ഉപാസനയിൽ എന്നും മനത്തിരുമേനി ഭഗവാന്റെ പാദാദികേശവും കേശാദിപാദവും ഓരോ അവയവങ്ങളെയും എങ്ങനെയൊക്കെ വർണ്ണിക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്യുന്ന ആളാണ്. നമ്മുടെ ഉള്ളിലൊക്കെ ഇപ്പൊ ഭഗവാൻ ഉണ്ണിക്കണ്ണൻ അങ്ങനെ വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ആണ് നമ്മളെയൊക്കെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ആ ആൾക്കാര്, നമ്മുടെ രാജാക്കന്മാര് കണ്ട ഒരു രൂപത്തെ കുറിച്ച് മാത്രം ഒന്ന് സൂചിപ്പിക്കുകയാണ്. നീലവർണം, മഞ്ഞപ്പട്ട് ധരിച്ചിരിക്കുന്നു, ശ്രീവത്സം മറുകുണ്ട്. അതുപോലെ ചതുർഭുജധാരിയായിട്ടാണ് ഭഗവാൻ അവർക്ക് ദർശനം കൊടുത്തിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ അവരുടെയൊക്കെ ഒരു ഭാഗ്യം. അതുപോലെ താമരപ്പൂവിന്റെ ഉള്ളിൽ തേതളിന്റെ പോലെയുള്ള മനോഹരമായ കണ്ണുകള്, എല്ലാ മനോഹരമായ പുഞ്ചിരി, അത് മതിയല്ലോ എല്ലാറ്റിനും. കൈകളില് ശംഖം, ചക്രം, ഗദ, പങ്കജം എല്ലാം ഉണ്ട്. അങ്ങനെ ഏറ്റവും ശോഭിക്കുന്ന കൗസ്തുഭരത്നം ഇങ്ങനെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നു, വനമാല. പിന്നെ അങ്ങനെ എല്ലാവിധ എന്താ പറയാ, കിട്ടിയ സമയം കൊണ്ട് ഈ രാജാക്കന്മാരെല്ലാം ഭഗവാനെ അങ്ങനെ പാദാദികേശം കേശാദിപാദം എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ അങ്ങോട്ട് ആസ്വദിക്കുകയാണ്. നമുക്ക് കൈവന്നൊരു ഭാഗ്യം, ഭഗവാനേന്ന് പ്രാർത്ഥിച്ചതേ ഉള്ളൂ, നമുക്ക് കിട്ടിയ ഭാഗ്യം ഓർത്ത് അവരെല്ലാവരും അങ്ങോട്ട് സന്തോഷിക്കുകയാണ്. എന്നിട്ട് സാധാരണ നമ്മൾ ഭാഗവതത്തിൽ എത്രയോ അടുത്ത് ഇങ്ങനെ ഭഗവാൻ ദർശനം കൊടുക്കുമ്പോൾ അവരുടെ ആ സന്തോഷമൊക്കെ നമ്മൾ അനുഭവിക്കാറുണ്ട്. എന്നാൽ ഇതിൽ ആ രാജാക്കന്മാരുടെ ആ സന്തോഷത്തെ വ്യാസഭഗവാൻ വർണ്ണിച്ചിരിക്കുന്നത് നോക്കൂ. അവര് കണ്ണുകൾ കൊണ്ട് ഭഗവാനെ അങ്ങനെ കോരി കുടിക്കുകയാണ്, നാക്കുകൊണ്ട് നക്കി കുടിക്കുകയാണ്, അതുപോലെ മൂക്കുകൊണ്ട് മണത്ത് ഭഗവാനെ ഉള്ളിലേക്ക് കയറ്റാൻ ശ്രമിക്കുകയാണ്, അതുപോലെ കൈകളെ കൊണ്ട് ഭഗവാനെ ആലിംഗനം ചെയ്ത് തന്നിലേക്ക് ചേർക്കുകയാണ്. ഇങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങൾ കൊണ്ടും അവർ ഭഗവാന്റെ ആ സുന്ദര രൂപത്തിനെ അകത്തേക്ക് ആക്കുകയാണ്. നോക്കൂ അവരുടെ ഒരു ഭാഗ്യം, ഭഗവാനെ നേരിൽ കാണാനും. ഇനിയിപ്പോ അവർക്ക് എന്തുണ്ട് പാപം? ഒരു പാപവും അവർക്ക് ഇല്ല. എല്ലാറ്റിൽ നിന്നും അവര് മോചിതരായിട്ട് സന്തോഷവാന്മാര്. സന്തോഷം എന്നൊന്നും പറഞ്ഞാൽ പോരാ, തിരുമേനി എപ്പോഴും പറയുന്ന പോലെ സച്ചിദാനന്ദം, ആ ആനന്ദക്കട്ട, സച്ചിദാനന്ദ കട്ടയാണ് കണ്ടിരിക്കുന്നത് അവര്. എല്ലാവരും ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ അങ്ങോട്ട് വീണ് നമസ്കരിച്ചു. ഭഗവാനെ കണ്ടതോടുകൂടി ആ കാരാഗൃഹത്തിന്റെ ക്ഷീണമൊക്കെ അവർക്ക് മാറി. അങ്ങനെ അങ്ങോട്ട് ആഹ്ലാദം വഴിഞ്ഞൊഴുകുകയാണ്. അങ്ങനെ കൈകൂപ്പി നിന്നുകൊണ്ട് വാക്കുകളെ കൊണ്ട് അവര് ഭഗവാനെ അങ്ങോട്ട് സ്തുതിക്കുകയാണ്. അവരുടെ ഒരു സ്തുതി. അപ്പൊ സംസാരവുമായിട്ട് ഇനി അവർക്ക് യാതൊരു ബന്ധവും വേണ്ട എന്നാണ് അവർ പറയുന്നത് ഭഗവാനോട്. അവര് സ്തുതിക്കുകയാണ്. നമസ്തേ ദേവദേവേശ പ്രപന്നാർത്തിഹരാവ്യയ പ്രപന്നാൻ പാഹി ന കൃഷ്ണ നിർവിണ്ണാൻ ഘോര സംസൃതേ. അവര് പറയുന്നു, കാരാഗൃഹത്തിൽ ഇരുന്നിട്ട് ലൗകിക വിഷയങ്ങളോട് അങ്ങനെ ഞങ്ങൾക്ക് വിരക്തി വന്നു. ഭഗവാന്റെ പാതാരവിന്ദങ്ങൾ മാത്രമേ ശരണമുള്ളൂ എന്ന ബോധം വന്നിരിക്കുന്നു.
ആശ്രയിച്ചവരുടെ സങ്കടം നശിപ്പിക്കുന്നവനെ, ഒരിക്കലും നാശമില്ലാത്തവനെ, ദേവദേവേശ നമസ്കാരം എന്നവർ പറയുകയാണ്. സംസാരത്തിൽ നിന്ന് വിരക്തരായി അങ്ങയെ ശരണം പ്രാപിച്ചു കഴിഞ്ഞു ഞങ്ങള്. ഇനി ഞങ്ങളെ വീണ്ടും സംസാരത്തിലേക്ക് തള്ളിവിടരുതേ ഭഗവാനേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതില് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിത്യവും ഇതുപോലെയാണ്. ഒരു വിഷമം വരുമ്പോൾ നമ്മൾ ഭഗവാനെ കുറിച്ച് പ്രാർത്ഥിക്കും. ഭഗവാൻ നമുക്ക് അനുഗ്രഹങ്ങള് നമുക്കറിയാം. എന്താ പറയാ, മയിൽപീടി ചൂടിയ കണ്ണനായിട്ടല്ല, പല രൂപത്തിലും വന്ന് നമുക്ക് അനുഗ്രഹങ്ങൾ ഭഗവാൻ തരുന്നത് നമുക്ക് എല്ലാവർക്കും അനുഭവം ഉള്ളതാണ്. പക്ഷെ അത് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ പണ്ടത്തെ അവസ്ഥയിലേക്ക് പോകുന്നു. പക്ഷെ ഈ രാജാക്കന്മാരുടെ വീഴ്ച, അതായത് ശ്രേഷ്ഠന്മാരായ രാജാക്കന്മാരായിരുന്നു അവര്, അവർക്ക് കിട്ടിയ ഒരു വലിയൊരു അധപ്പതനം, അതിൽ നിന്ന് ഇനി അവര് മനസ്സ് മാറുന്ന ഒരു അവസ്ഥ ഒരിക്കലും വരില്ല എന്ന് ഭഗവാന് പോലും ഉറപ്പായിട്ട് തോന്നുകയാണ് ഇവിടെ. മധുസൂദന നാഥ, ഈ ജരാസന്ധനെ കുറിച്ച്, മഗധ രാജാവായ ശക്തനായ അതിവീര്യവാനായ ജരാസന്ധനെ കുറിച്ച് ഞങ്ങൾക്ക് ഇപ്പൊ അസൂയൊന്നും തോന്നുന്നില്ല. ഇത്രയും ശക്തനാണല്ലോ, അങ്ങനെ ഒന്നും തോന്നുന്നില്ല. കാരണം ഞങ്ങളുടെ രാജ്യങ്ങളൊക്കെ നശിച്ചത് അങ്ങയുടെ അനുഗ്രഹം കൊണ്ടാണ്. അപ്പൊ അങ്ങ് ഞങ്ങളെ ഇത്രയും പേരെയും അനുഗ്രഹിക്കാൻ തീരുമാനിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തിരിക്കണതെന്ന് ഇപ്പൊ ഞങ്ങൾക്ക് നല്ല ബോധ്യം വന്നിട്ടുണ്ട്. ഈ രാജ്യാദി അധികാരങ്ങളൊക്കെ കിട്ടുമ്പോ ഐശ്വര്യമതം കൊണ്ട് നമുക്ക് ന്യായാന്യായ വിചാരങ്ങളൊന്നും പറ്റില്ല. അഹങ്കാരം അങ്ങോട്ട് കൂടിക്കൂടി വരും. അങ്ങനെയാണ് ഒരു രാജാവായിത്തീരുന്നത്. ഞങ്ങളൊക്കെ അതുപോലത്തെ രാജാക്കന്മാരായിരുന്നു. അതുപോലെ തന്നെ യഥാർത്ഥമായ ശ്രേയസ് എന്താണെന്ന് അറിയുന്നില്ല, അതിലേക്ക് എത്താനൊട്ട് ശ്രമിക്കുന്നതും ഇല്ല. കാരണം ഞങ്ങളെല്ലാം അങ്ങയുടെ മായയിൽ പെട്ടിരിക്കുകയല്ലേ. നശ്വരമായ വസ്തുക്കളൊക്കെ ഞങ്ങൾക്ക് അനശ്വരമാണ് എന്ന് തോന്നും. ഭഗവാനെ അല്ല തോന്നുന്നത്, ഈ ദേഹത്തിനെയാണ്. ഞങ്ങൾക്ക് കാണുന്നത് ദേഹമാണ്. അപ്പൊ അതാണ് ഏറ്റവും വലുത് ഞങ്ങളൊക്കെ വിചാരിച്ച് തെറ്റിപ്പോയി ഭഗവാനെ. ഇവിടെ പറയുന്നുണ്ട്, മരുമരീചിക കാണുമ്പോൾ നമ്മൾ വിചാരിക്കും മഹാസരസാണ്, ഇഷ്ടം പോലെ വെള്ളമുണ്ട് എന്ന് പറഞ്ഞ് ഓടിച്ചെല്ലും. അവിടെ ഒന്നും ഇല്ല. അതുപോലെയാണ് അജ്ഞരായ ആളുകൾക്ക് മായ കൊണ്ട് എന്ത് തോന്നും, വാസ്തവമാണ് ഇതെല്ലാം. ഈ ഭൂമിയിലെ ജീവിതവും നമ്മുടെ ശരീര ഭോഗങ്ങളും എല്ലാം വാസ്തവമാണെന്ന് നമ്മളൊക്കെ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ അവരുടെ എല്ലാം തുറന്ന് ഭഗവാനോട് സമ്മതിക്കുകയാണ്. പണ്ട് ഞങ്ങൾ ഐശ്വര്യമതത്താൽ ബോധരഹിതരായിട്ടാണ് പെരുമാറിയിരുന്നത്. കാരണം ഈ ഭൂമി, രാജസ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ ഈ ഭൂമി മുഴുവൻ പിടിച്ചടക്കണം എന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. കാരണം ഒരു രാജാവിനെ തോൽപ്പിച്ചു, അത് കഴിഞ്ഞാൽ ഇനി അടുത്ത രാജ്യത്തിന്, അങ്ങനെ ആ ഒരു ചിന്തയാണ്. അല്ലാതെ എനിക്ക് ജയിക്കണം, എനിക്ക് പേരും പ്രശസ്തി വരണമെന്ന് മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരെ കുറിച്ചൊന്നും ചിന്തിച്ചില്ല. എത്ര നിർദ്ദയരായിട്ടാണ് ഞങ്ങൾ പെരുമാറിയിരുന്നത്. ഈ യുദ്ധം നടക്കുമ്പോ ഞങ്ങളുടെ പ്രജകൾ തന്നെയാണ് മരിച്ചു വീഴുന്നത് എന്ന് ഞങ്ങൾ ചിന്തിച്ചില്ല. കാരണം ഒരു യുദ്ധത്തിന് പോകുമ്പോ സൈന്യത്തിനെ കൂടെ കൊണ്ടുപോകണമല്ലോ, അവരാണ് മുമ്പിൽ പോണത്, അവരിലാണ് കൂടുതൽ പേര് മരണപ്പെടുന്നത്. എന്നിട്ട് ജയോ തോൽവിയോ രാജാവിന് ആവുന്നു എന്നുള്ളൂ. പക്ഷെ സാധാരണ ജനങ്ങളാണ് മരിക്കുന്നത്. അപ്പൊ അത്രയും നിർദ്ദയരായിട്ട് ഞങ്ങൾ പെരുമാറി, ഞങ്ങളുടെ പ്രജകളെ തന്നെ ഉപദ്രവിച്ചു. അതുപോലെ മൃത്യുരൂപനായ അങ്ങേ മുന്നിൽ കണ്ടിട്ടും അതിനെ ഗണിക്കാണ്ട് വളരെ മോശമായിട്ടാണ് ഞങ്ങൾ ജീവിച്ചത്. അപ്പൊ ആ ജീവിതത്തിൽ നിന്ന് ഞങ്ങൾക്ക് എന്ത് കിട്ടി? മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാന്ന് പറഞ്ഞ പോലെ, ഹേ സച്ചിദാനന്ദമൂർത്തി, ഞങ്ങൾ തന്നെ ഇപ്പോൾ അതിവേഗതയുള്ള, അതുപോലെ അനന്തവീര്യമുള്ള അവിടത്തെ സ്വരൂപം തന്നെയായ കാലം, നമുക്കറിയാം കാലം സാക്ഷി എന്നൊക്കെ പറയും നമ്മൾ, കാലം തെളിയിക്കും, നമുക്ക് കാത്തിരുന്ന് കാണാം എന്നൊക്കെ നമ്മളെപ്പോഴും സംസാരത്തിന്റെ ഇടയ്ക്ക് പറയുന്ന കാര്യങ്ങളാണ്. അതേത് തന്നെയാണ് ഇവിടെ അവർ പറയുന്നു. കാലം കൊണ്ട് ഞങ്ങൾക്ക് അത് തെളിയിച്ചു തന്നു. പക്ഷെ അതില് അങ്ങയുടെ കരുണ കൂടി ഉണ്ടായിരുന്നു എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ഞങ്ങളെ ഐശ്വര്യഭ്രഷ്ടന്മാരായി എല്ലാം നശിച്ചു. അതോടുകൂടി ഞങ്ങൾക്ക് അഹങ്കാരശൂന്യരായിട്ട് ഞങ്ങൾ മാറി. അഹങ്കാരവും പോയി. ഇനി നമുക്ക് ഇത്രയേ ഉള്ളൂ ജീവിതം എന്നുള്ള പൂർണ്ണ ബോധ്യം ഈ കാരാഗൃഹവാസം ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. എന്നിട്ട് അവരെന്താ പ്രാർത്ഥിക്കുന്നത്? അതുകൊണ്ട് ഈ മരീചിക പോലെയുള്ള ഈ മിഥ്യയായ രാജാധികാരമൊന്നും ഞങ്ങൾക്ക് വേണ്ട. അതും അനുഭവിക്കുന്ന ഏത് ശരീരം കൊണ്ട്? ഇപ്പൊ അവരുടെ ശരീരത്തിന്റെ കോലം നമ്മളൊക്കെ കണ്ടു. ഇപ്പോ ഇങ്ങനെ ഒരു രോഗങ്ങള് അങ്ങനെ ക്ഷയിച്ച് ദ്രുവിച്ച് നശിച്ചു പോകുന്ന ഈ ശരീരം കൊണ്ട് ഇനി അനുഭവിക്കേണ്ട ഭഗവാനേ എന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ നല്ല നല്ല സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് ഇത്തിരി ദേവലോകോ സ്വർഗരാജ്യമോ അങ്ങനെയൊക്കെ നേടുന്ന അതിനും ആഗ്രഹമില്ല. എന്താ കാരണം? അവിടെയുണ്ട് പ്രശ്നങ്ങൾ. ദേവലോകത്ത് പോയാലും നമുക്ക് എല്ലാവർക്കും അറിയാം,
ദേവേന്ദ്രന്റെ പ്രവർത്തനങ്ങളും ഇതൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. അപ്പൊ അവിടെ പോയാലും വലിയ ഗുണമൊന്നും ഇല്ലാന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾക്ക് അതൊന്നും വേണ്ട, ഭഗവാന്റെ പാദങ്ങൾ തന്നെ മതി എന്നവർ അത്രയും ഉറപ്പിച്ച് കാര്യകാരണ വിവേകത്തോടുകൂടി ഭഗവാനോട് പറയാണ്. അതുകൊണ്ട് അവരുടെ പ്രാർത്ഥന എന്താണ്? മോക്ഷം തരണമെന്നോ മുക്തി തരണമെന്നോ ഒന്നും അല്ല അവർ പ്രാർത്ഥിച്ചത്. ഈ സംസാര സംസാരത്തിൽ എത്ര വേണോ ജനിക്കുകയോ മരിക്കുകയോ ചെയ്തോട്ടെ, അതിനൊന്നും ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷേ ആ ജന്മങ്ങളിലെല്ലാം അങ്ങയുടെ പാദപത്മങ്ങളെ നിത്യവും മനസ്സിൽ സൂക്ഷിച്ച് നിരന്തര സ്മരണയോടെ ജീവിക്കാനുള്ള ഒരു ഉപായം ഞങ്ങൾക്ക് പറഞ്ഞു തരണേ ഭഗവാനെ. അതിനും അവിടുത്തെ കൃപയുണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ ഒരു ഭാഗ്യം, നിരന്തര സ്മരണയോടുകൂടി ജീവിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണേ ഭഗവാനെ, മറ്റൊന്നും വേണ്ട എന്നവർ പ്രാർത്ഥിക്കുകയാണ്. ഈ ഈ ശ്ലോകം നമ്മൾ എപ്പോഴും നാമം ചൊല്ലുന്നതിന്റെ കൂട്ടത്തിൽ ചൊല്ലുകയാണെങ്കിലും അതിന്റെ ആഴവും വ്യാപ്തിയും ഇത് പഠിക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് ഭഗവാന്റെ ആ പ്രാധാന്യങ്ങൾ ഇവിടെ പറയുന്നത് എന്ന് ഇത് പഠിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സച്ചിദാനന്ദമൂർത്തിയും സർവാശ്രയനും സ്വയം പ്രകാശകനുമായ, അതുപോലെ തന്നെ സർവപാപനാശകനും സർവാന്തര്യാമിയും ശരണാഗതന്മാരുടെ ക്ലേശങ്ങൾ നശിപ്പിക്കുന്നവനുമായ നിന്തിരുവടിക്കായിക്കൊണ്ട് നമസ്കാരം നമസ്കാരം എന്ന് പറഞ്ഞ് ഇനി ഇതിലും കൂടുതൽ അവർക്ക് ഒന്നും ഭഗവാനോട് പറയാനില്ല. അപ്പൊ ഇങ്ങനെ മനസ്സ് തുറന്ന് സർവം സമർപ്പിച്ചുകൊണ്ട് ആ ഭഗവാന്റെ പാദത്തില് എല്ലാം സമർപ്പിച്ച ആ രാജാക്കന്മാരുടെ ഭക്തി നിറഞ്ഞ സ്തുതി കേട്ട് നമ്മുടെ ഭഗവാൻ എന്താ ഒരു സന്തോഷം. വളരെ മധുരമധുരമായ വാക്കുകളെ കൊണ്ട് ഭഗവാൻ അവർക്ക് മറുപടി കൊടുക്കുകയാണ്. വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് എല്ലാവരെയും. ഇന്ന് മുതല് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ സർവേശ്വരനും സർവാത്മാവുമായ എന്നില് ഉറച്ച ഭക്തി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും എന്ന് ഭഗവാൻ അവർക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. എന്റെ ഭജനം തന്നെ കർത്തവ്യം എന്ന് നിങ്ങൾ തീരുമാനിച്ചുവല്ലോ, അത് വളരെ നല്ല കാര്യം, മംഗളമായ കാര്യമാണ്. നിങ്ങളെല്ലാവരും സത്യവാദികളാണ്. അതുപോലെ തന്നെ ശ്രീ ഐശ്വര്യം കൊണ്ട് നമുക്കുണ്ടാകുന്ന മധുവും മനുഷ്യരെ എങ്ങനെയൊക്കെ നശിപ്പിക്കും അത് എന്നുള്ളതൊക്കെ നിങ്ങൾ നന്നായി പഠിച്ചു. ഇനി നിങ്ങൾക്കൊരു മാറ്റം വരില്ല. കാരണം അത്ര വലിയൊരു വീഴ്ചയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടിയത്. എന്നിട്ട് ഭഗവാൻ തന്നെ ഉദാഹരണങ്ങൾ പറഞ്ഞു കൊടുക്കണു. കാർത്തവീര്യാർജുനൻ നമുക്കറിയാം 1000 കൈകളുള്ള ആളാണ്. പക്ഷേ നമ്മുടെ ജമദഗ്നി മഹർഷിയുടെ കാമധേനുവിനെ കട്ടുകൊണ്ട് പോകാനാ തോന്നിയത്. എന്നിട്ട് പരശുരാമന്റെ കൈകൾ കൊണ്ട് മരിക്കേണ്ടതായിട്ട് വന്നു. അതുപോലെ നഹുഷൻ, ഇന്ദ്രപദവി ലഭിച്ച ആളാണ് നഹുഷൻ. നോക്കൂ, എന്നിട്ടോ ആ പദവി ലഭിച്ചപ്പോ ഇന്ദ്രാണി എന്റെ കൂടെ വന്നിരിക്കട്ടെ എന്നായി. അപ്പൊ ആ അഹങ്കാരം മഹർഷിമാരെ പല്ലക്കിൽ ചുമക്കേണ്ടി വന്നു, സപ്തർഷികള്. അപ്പൊ അത് കഴിഞ്ഞ് അവരോട് പറയുന്നു, മോശമായ രീതിയിൽ അവരോട് സംസാരിച്ചപ്പോ ശാപം കിട്ടി പെരുമ്പാമ്പായി മാറി. അതുപോലെ വേനൻ മറ്റൊരു ഉദാഹരണം. ചെറുപ്പം തൊട്ടേ എല്ലാ ഗുണഗണങ്ങളും തികഞ്ഞാലും ചെറുപ്പം തൊട്ടേ ദുഷ്ടൻ സ്വഭാവം. ഏറ്റവും ചെറിയ ദുഷ്ടതരം അദ്ദേഹത്തിന്റെ ചെറിയ കുട്ടികളെ പിടിച്ച് കിണറ്റിലിടുക. ഇതാണ് ഏറ്റവും ചെറിയ ദുഷ്ടതരം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തുണ്ടായിട്ടും കാര്യമില്ല, അവനവന്റെ ആ ഒരു ചെറിയ പ്രവൃത്തി ദോഷം എല്ലാം നശിപ്പിക്കുമെന്ന് കാണിക്കുകയാണ്. അതുപോലെ രാവണൻ, അത് നമുക്ക് പറയേണ്ട ആവശ്യമേ ഇല്ല. ഹരേ രാമ. നരകാസുരൻ അതുപോലെ തന്നെയാണ്. എല്ലാവിധ ശക്തനാണ്. നമുക്കറിയാം രാവണനൊക്കെ എന്തു വലിയ ഭക്തനാണ്, എന്തു വലിയ പണ്ഡിതനാണ്. പക്ഷെ ഒരു സ്ത്രീയോടുള്ള ഒരാഗ്രഹം എന്നുള്ള ഒരു പ്രശ്നം വന്നു അവിടെ. നരകാസുരനും അതെ. ദേവമാതാവിന്റെ കവചകുണ്ടലങ്ങളൊക്കെ അപഹരിച്ചുകൊണ്ട് പോണ ഒരവസ്ഥയിലേക്ക് അധപ്പതിച്ചു. അവിടെയും അതാണ് പറയുന്നത്, ദേവന്മാരുടെയും അസുരന്മാരുടെയും മനുഷ്യരുടെയും എല്ലാവരുടെയും മേലെ ആധിപത്യവും ഭരണവും ഒക്കെ കിട്ടി. പക്ഷെ ഐശ്വര്യ മതം ഉണ്ടായതോടുകൂടി അതിൽ മത്തരായിട്ട് ഉത്കൃഷ്ട സ്ഥാനത്ത് നിന്നൊക്കെ അവര് എന്ത് ചെയ്തു? അധപ്പതിച്ച് ഭ്രഷ്ടരായിട്ട് താഴെ വീഴുകയാണ് ചെയ്തതെന്ന് ഭഗവാൻ കൂടി ഉദാഹരണം പറഞ്ഞ് അവർക്ക്
രാജാക്കന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നു, ഒരിക്കലും നിങ്ങൾ ഇവരെ പോലെയൊന്നും ആവരുത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നീട് തുടർന്ന് ഭഗവാൻ പറയുന്നു, എല്ലാ കാര്യങ്ങളും നശ്വരമാണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് ബോധ്യമായി. അപ്പൊ നിങ്ങൾ എല്ലാവരും നല്ല യോഗയുക്തന്മാരായിട്ട് എല്ലാം ചെയ്യണം. നമ്മുടെ സംസാരത്തിലെ എല്ലാ വിഷയങ്ങളും ചെയ്യണം. പക്ഷെ ഒന്നിനോടും ബന്ധം വരാതെ ശ്രദ്ധിക്കണം. അങ്ങനെ യജ്ഞങ്ങൾ കൊണ്ടും യോഗങ്ങളൊക്കെ കൊണ്ട് എന്നെ യജിച്ച് ധർമ്മപ്രകാരം പ്രജകളെയൊക്കെ രക്ഷിക്കൂ എന്ന് പറയുകയാണ്. അതുപോലെ ധാരാളം പുത്രരും സന്തതികളൊക്കെ ധാരാളം ഉണ്ടാവട്ടെ, വംശമൊക്കെ വർദ്ധിക്കട്ടെ, സുഖദുഃഖങ്ങളും അതുപോലെ തന്നെ ഉൽപ്പത്തിയും നാശവും ഒക്കെ ഉണ്ടാവും. ഏത് വന്നാലും അവയെല്ലാം സമബുദ്ധിയോടെ സഹിച്ച് നിരന്തരം എന്നെ തന്നെ ചിന്തിച്ച് നിങ്ങൾ എല്ലാവരും ജീവിക്കൂ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ ശരീരാദികളിൽ അനാസക്തരാവുക. നമുക്കൊന്നും എത്രയായിട്ടും അതൊന്നും സാധിക്കുന്നില്ല. കുറച്ചുനാൾ കഴിയുമ്പോൾ തലയിൽ പെയിന്റ് അടിക്കാനായിട്ട് തോന്നുകയാണ്. അപ്പൊ ആ ശരീരാദികളില് അനാസക്തരായിട്ടും ആത്മാരാമന്മാരായിട്ടും അതുപോലെ ശ്രീപാദസേവയില് ഉറച്ച നിഷ്ഠയോടുകൂടിയവരുമായിട്ട് മനസ്സിനെ ഭഗവാനിൽ ഉറപ്പിക്കുക. ബാക്കി എന്തൊക്കെയോ ആയിക്കോട്ടെ, നമുക്ക് അത്യാവശ്യമായിട്ട് കാരണം നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നവർക്ക് പല കാര്യങ്ങളും നമുക്ക് വേണം, അതൊക്കെ അതിനോടനുബന്ധിച്ച് ചെയ്താലും മനസ്സിനെ വിട്ടുകൊടുക്കരുത് ആർക്കും. മനസ്സിൽ ഭഗവാന് മാത്രം സ്ഥാനം കൊടുത്തുകൊണ്ട് നിങ്ങൾ ജീവിച്ചോളൂ. നിങ്ങൾ അവസാനം എന്നെ തന്നെ പ്രാപിക്കും. നോക്കൂ, സാരൂപ്യം മുക്കുതി പോലെയാണ് ഭഗവാൻ അവർക്ക് അനുഗ്രഹം കൊടുക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് സർവേശ്വരനും സച്ചിദാനന്ദമൂർത്തിയുമായ ഭഗവാൻ പിന്നീട് എന്താ ചെയ്യണത്? അവരെയൊക്കെ തേച്ച് കുളിപ്പിച്ച് വൃത്തിയാക്കാൻ ആളുകളെയൊക്കെ ഏർപ്പാട് ചെയ്തു. അതുപോലെ സഹദേവൻ, ജരാസന്ധന്റെ പുത്രനായ സഹദേവനോട് പറഞ്ഞ് അവർക്ക് വേണ്ട അടയാഭരണങ്ങള്, വസ്ത്രങ്ങള്, അതുപോലെ കുറിക്കൂട്ടുകള്, മാലകള് അതെല്ലാം എത്തിപ്പിച്ചു. അങ്ങനെ അവരൊക്കെ കുളിച്ച് അലങ്കാരത്തോടുകൂടി അങ്ങനെ മഹാന്മാരായ ശ്രേഷ്ഠ രാജാക്കന്മാരാണ് അവരെ, ഓർമ്മ വേണം. അവർക്കൊക്കെ രാജോചിതമായ ഭക്ഷണങ്ങളൊക്കെ തന്നെ നൽകി, അങ്ങനെ താമ്പൂലം ദക്ഷിണമൊക്കെ നൽകി അവരെയൊക്കെ വേണ്ട വിധത്തിൽ സന്തോഷിപ്പിച്ചു. അത് കഴിഞ്ഞ് എത്രയോ നാളത്തെ ഇവിടെ ഒരു താരതമ്യം പറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, വർഷകാലമായാല് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. രാത്രിയൊക്കെ ഇന്ന് രാത്രി മഴ പെയ്യോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ നമ്മൾ ആകാശത്തേക്ക് നോക്കിയിട്ടാണ്. നക്ഷത്രമൊന്നും ഇല്ല, ഇന്ന് മഴയുണ്ട്, അല്ലെങ്കിൽ നക്ഷത്രം കാണുന്നുണ്ട്, ഇന്ന് മഴയില്ല എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുക. ഈ രാജാക്കന്മാരുടെ അവസ്ഥ പറയാണ്, വർഷകാലത്ത് ഇത്രകാലം കാരാഗൃഹത്തിൽ കിടന്നിട്ട് ആ വർഷകാലം അങ്ങോട്ട് തീർന്നപ്പോ പെട്ടെന്ന് ആ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും ഒരു വല്ലാത്തൊരു ശോഭ ഉണ്ടാവുമല്ലോ, ആ ശോഭ പോലെ ഇവരുടെയൊക്കെ മുഖങ്ങളൊക്കെ വിളങ്ങി എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഭഗവാൻ അവരെ നല്ല കുതിരകൾ പൂട്ടിയ, അതുപോലെ രത്നങ്ങളും സ്വർണങ്ങളും കൊണ്ടൊക്കെ അലങ്കരിച്ച തേരുകളിലൊക്കെ കയറ്റി നല്ല നല്ല മധുര വാക്കുകളൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് തങ്ങളുടെ ദേശങ്ങളിലേക്ക് തിരിച്ചു യാത്രയാക്കുകയാണ് ചെയ്യുന്നത്. അവർ ഇപ്രകാരം അങ്ങനെ പുരുഷോത്തമനായ ഭഗവാൻ വഴി എന്ത് ചെയ്തു? ക്ലേശങ്ങളിൽ നിന്നൊക്കെ മുക്തരായിട്ട് ഭഗവാനെയും ഭഗവാന്റെ ലീലകളെയും ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടേ അവരുടെ ദേശങ്ങളിലേക്കൊക്കെ തിരിച്ചുപോയി. ഇനി അവിടെ പോയിട്ട് അവരെന്ത് ചെയ്തു എന്നാണെങ്കിൽ, അവർ ഭഗവാനെ കുറിച്ചും ഭഗവാന്റെ ഈ ഓരോരോ ലീലകളെ കുറിച്ചും ഭഗവാന്റെ കാരുണ്യത്തെക്കുറിച്ചും ഒക്കെ തങ്ങളുടെ പ്രജകൾക്കൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. ഭഗവാന്റെ കൽപ്പനകൾ അനുസരിച്ച് അവര് ശിഷ്ടകാലം ജീവിച്ച് മുന്നോട്ട് നീങ്ങി എന്ന് അവിടെ കഥ പറഞ്ഞ് സമർപ്പിക്കുകയാണ്. ഇനി ഭഗവാൻ എന്ത് ചെയ്തു? ഭീമസേനൻ വഴി ജരാസന്ധനെ വധിച്ചുവല്ലോ. അത് കഴിഞ്ഞ് സഹദേവനെ രാജാവാക്കി. ഇനി എല്ലാവരും ഭഗവാനെ പൂജിച്ചു. ഭീമാർജുനന്മാരെ കൂട്ടി തിരിച്ച് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വരികയാണ്. പിന്നെ വരുന്ന വഴിക്ക് തന്നെ എത്താറാവുമ്പോ തന്നെ ശംഖധ്വനി മുഴക്കുകയാണ് ഭഗവാൻ. അപ്പൊ നമുക്കൊക്കെ അറിയാം, നമ്മള് പ്രഥമസ്കന്ധത്തിൽ തന്നെ 11-ാമത്തെ അധ്യായത്തില് ഭഗവാന്റെ ദ്വാരകാ പ്രവേശത്തിന് ഒരു ശംഖധ്വനി മുഴക്കുമ്പോ ആ ദ്വാരകാവാസികളുടെയൊക്കെ ഓരോ വികാരങ്ങള്, വിചാരങ്ങള്, സന്തോഷങ്ങളൊക്കെ അങ്ങോട്ട് ആ ഓരോ ശ്ലോകത്തിൽ ഓരോരുത്തരെ കുറിച്ച്, ഭാര്യമാര്, മക്കള്, അച്ഛൻ, അമ്മ, മറ്റു ജനങ്ങള്, സഹപാഠി, അങ്ങനെ എല്ലാവരുടെയും ആ വിചാരങ്ങള് അവിടെ കാണുന്നുണ്ട് നമ്മള്. അതുപോലെ ഈ ശംഖധ്വനി സുഹൃത്തുക്കളെയൊക്കെ ആനന്ദിപ്പിക്കുന്നതാണ്. അതേപോലെ തന്നെ ശത്രുക്കളെ ഭയപ്പെടുത്തുന്നതുമാണ് ആ ശംഖധ്വനി എന്ന് ഓർമ്മിക്കുക. അതുപോലെ ഇന്ദ്രപ്രസ്ഥത്തിലെ നിവാസികൾക്കൊക്കെ സന്തോഷമായി. അപ്പൊ അവർക്കൊക്കെ മനസ്സിലായി ജരാസന്ധന്റെ കഥയൊക്കെ കഴിഞ്ഞു എന്നവർക്ക് മനസ്സിലായി. പിന്നെ യുധിഷ്ഠിരനാണ് ഭഗവാന്റെ കാരുണ്യം ഓർത്ത് അങ്ങനെ സംതൃപ്തിയോടെ ഇരുന്നു. അതിനുശേഷം ഭഗവാനും
ഭീമാർജുനന്മാരും കൂടി നടന്ന സംഭവങ്ങളൊക്കെ യുധിഷ്ഠിരനെ അങ്ങനെ വിശദമായി വർണ്ണിച്ച് കേൾപ്പിച്ചു. എല്ലാം ശ്രദ്ധയോടെ കേട്ട് ഭഗവാന്റെ ആ കാരുണ്യം വഴിയുന്ന ഓരോ സന്ദർഭങ്ങൾ കേൾക്കുമ്പോഴും ആ ഭഗവാനോടുള്ള സ്നേഹത്താല് ആനന്ദാശ്രുക്കൾ ഇങ്ങനെ ഒഴുകുകയാണ്. യുധിഷ്ഠിരൻ കഥ കേൾക്കുകയല്ല, ഇങ്ങനെ കണ്ണുകളിൽ നിന്നിങ്ങനെ കണ്ണുനീരൊഴുകുകയാണ്. ഒന്നും പറയാൻ കിട്ടുന്നില്ല. ധർമ്മപുത്രർ അങ്ങനെ നിശബ്ദനായിട്ട് അവിടെ ഇരിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ ഇന്നലെയും കേട്ട പ്രഭാഷണത്തിലൊക്കെ ഇത് തന്നെയാണ്. എങ്ങനെയാണ് ആഹ്ലാദ കണ്ണീര് വരുന്നത്. ആ ഭഗവാന്റെ ആ മഹിമ ഭഗവാന്റെ കാരുണ്യം നമ്മൾ അങ്ങനെ മനസ്സിലേക്ക് അങ്ങോട്ട് എടുക്കുമ്പോ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് അറിയാതെ നമ്മുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. അതിന് നമ്മുടെ ഈ കുടുംബത്തിലെ എത്രയോ ആൾക്കാർ അതിന്റെ നിത്യസാക്ഷികളാണ്. നമുക്ക് എല്ലാവരെയും അറിയാം. അപ്പൊ അതുപോലെ തന്നെ അങ്ങനെ ഒരു ഭഗവാന്റെ കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന, അനുഗ്രഹം വഴിഞ്ഞൊഴുകുന്ന ഒരു കഥാഭാഗം തന്നെ പറയാൻ ഇവിടെ അവസരം ലഭിച്ചതില് വളരെ വളരെ സന്തോഷം. ഭഗവാനും അതുപോലെ തന്നെ നമ്മുടെ തിരുമേനിക്കും, ഇതിനൊക്കെ കാരണഭൂതനായ അച്ഛൻ തിരുമേനിക്കും എല്ലാം പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീഹരയേ നമഃ. രാധേശ്യാം. രാധേശ്യാം. ഷാർപ്പ് 1 മണി. ഇതാണ് ഒരു പ്രഭാഷകന്റെ ഏറ്റവും വലിയൊരു ഗുണമാണത്. കറക്റ്റ് ആ പോയിന്റിൽ എത്തിച്ചു. എല്ലാം ഒഴുക്കോടുകൂടി ആ തുടക്കം മുതൽ ഒടുക്കം വരെ ഉള്ള സ്ഥായി ഭാവം, അത് ഏറ്റവും പറയാതിരിക്കാൻ പറ്റില്ല. നമുക്കറിയാം, ബാല്യലകളിലൂടെയൊക്കെ നമുക്ക് അതിൽ ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ അത് പറയാൻ സാധിക്കുള്ളൂ സത്യത്തിൽ. അപ്പം ശരിയാണ് പറയുന്നത്. ഈ സപ്താഹ വേദികളിലൊക്കെ ഈ അധ്യായത്തെ ഓടിച്ചു വിടും. കാരണം സുധാമാവിൽ കുറച്ച് കരയണം. അപ്പൊ ഇവിടെ കരയാൻ സമയം കിട്ടുകയില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട്. പക്ഷെ എത്രയോ ഭംഗിയായിട്ടുള്ളൊരു അധ്യായം. അത് നമുക്ക് അതേപോലെ അവതരിപ്പിച്ച് തരികയും കൂടി ചെയ്ത അമ്മയ്ക്ക് പാദ നമസ്കാരം ആദ്യം പറയട്ടെ. പിന്നെ ഏത് കഥകളിലും അതാണ് ഭാഗവതത്തിന്റെ ഏറ്റവും വലിയ മഹത്വം. അതാണ്, ഏത് കഥകളിലും ഇതിന്റെ ഉള്ളിൽ സ്ഥായിയായിട്ട് ആ ഭക്തി നിപ്പുണ്ട്. അതിനെ നമുക്ക് കണ്ടെടുക്കാൻ സാധിക്കണം. ഏത് കഥകളിലും ഉണ്ട്. ഒരു കഥയിലും ഒരു കഥ അല്ല, ഒരു അധ്യായവും പുറകോട്ടല്ല എന്നർത്ഥം. ഭാഗവതത്തിന്റെ ഏറ്റവും വലിയൊരു മഹത്വം അതാണ്. അതിൽ കണ്ടെത്താൻ നമുക്ക് സാധിക്കാത്തതുകൊണ്ടാണ് നമുക്കത് സുഖമാണ് എന്നൊക്കെ തോന്നുന്നത്. ഏതിനെയും എല്ലായിടത്തും ഈ ഒരു സമർപ്പണ മനോഭാവമാണ് വ്യാസമഹർഷി നമുക്ക് ചെയ്തു വെച്ചിരിക്കുന്നത്. എന്തായാലും വളരെ അത് എടുത്തു കാണിക്കണമെങ്കിൽ അതൊരു ഭക്തന്മാർക്കേ പറ്റുള്ളൂ, സജ്ജനങ്ങൾക്കേ അത് കാണാൻ സാധിക്കുള്ളൂ. അതാണ് അതിൻ്റെ മഹത്വം. അതിനൊക്കെ നമുക്ക് വലിയൊരു ഭാഗ്യം ഇന്ന് പത്മജ അമ്മ അല്ലേ, പത്മജ തന്നെയാണ്, പത്മത്തിൽ നിന്ന് ഭഗവാനും അത് തന്നെയാണല്ലോ അല്ലേ, ആ പത്മവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. പത്മത്തിന്റെ ഒരു പ്രത്യേകത നമ്മൾ പറയാറുണ്ട് അല്ലേ, തെളിഞ്ഞ മനസ്സാണ് പത്മം. അതല്ലേ, താമരയുടെ പ്രതീകമായിട്ടാണ് ഭക്തന്മാരെ ഭഗവാൻ പറയാറ്. എന്തായാലും തീർച്ചയായിട്ടും അത് വളരെയധികം നമുക്ക് ഒക്കെ ഹൃദയസ്പൃക്കായി. ഇതിലേറ്റവും വിചിത്രം എന്താണെന്ന് ചോദിച്ചാൽ, ഈ 2 പ്രഭാഷണവും ഭഗവാൻ കൊടുത്തതല്ല, ഭഗവാൻ ആദ്യം കൊടുത്തില്ല. അപ്പൊ ഭഗവാൻ എന്തോ ഒരു വിഷമം തോന്നിയിട്ടുണ്ടോ എന്ന് തോന്നുന്നു അല്ലേ. അപ്പം തീർച്ചയായിട്ടും അപ്പോഴേ അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്ത് 2 പേർക്കും ഈ വിഷയങ്ങൾ കിട്ടിയത് വലിയൊരു ഭാഗ്യം. ഒന്ന്, എന്താണോ ഭക്തി എന്നുള്ളത് എടുത്തു കാണിക്കുന്ന ആ ഹംസ അവതാരത്തിലൂടെ നല്ല അവതരണം, നല്ല മധ്യാഹ്നം 2 അമ്മമാരും കൂടി മത്സരിച്ച് തന്നതാണോ എന്ന് സംശയം. ഒന്ന് അങ്ങേയറ്റം ജ്ഞാനമാണെങ്കിൽ, ഒന്ന് ഭക്തിയോടുകൂടി. ഇത് രണ്ടും ഉണ്ടെങ്കിലേ നമുക്ക് യഥാർത്ഥമായിട്ടുള്ള ഈശ്വരനെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുള്ളൂ. 2ഉം വേണം. എല്ലാവരും വിചാരിക്കും ജ്ഞാനമൊന്നും വേണ്ട, ഭക്തി മാത്രം. അങ്ങനെയല്ല. ഭക്തി എന്നുള്ളത് ജ്ഞാനത്തിലൂടെ കിട്ടേണ്ട ഭക്തിയാണ് ഭക്തി എന്ന് പറയുന്നത്. വളരെയധികം സന്തോഷം. പാദ നമസ്കാരം.